ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള വീറ്റ് ഫ്ലോർ ലഡു ആണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ശർക്കരപ്പാനി റെഡിയാക്കാം. അതിനായിട്ടൊരു പാനിലോട്ട് 3 അച്ച് ശർക്കര വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ശർക്കരയൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പീനട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ കാഷ്നട്ട്, ബദാം ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റംസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയി തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം. ഇനി ഒരു സെയിം കടായിലോട്ട് തന്നെ 1 ഗ്ലാസ് വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിക്ക് പകരം നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതും എടുക്കാവുന്നതാണ്. ഇതാക്കുമ്പോൾ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും. നല്ല രുചിയാണ് കഴിക്കാൻ. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതൊരു ബൗളിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി ലഡുവിൻ്റെ മിക്സ് റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ട്സ് എല്ലാം ഉണ്ടല്ലോ, അതുകൂടി ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിൽ വേണം മിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുകയാണ്. അപ്പോഴേക്കും നല്ല പാകത്തിനുള്ള തിക്കായിട്ട് വരും. ഇപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം ലഡുവിൻ്റെ മിക്സ് കണ്ടോ, നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലായിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ശേഷം കയ്യിൽ ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ രുചികരവും ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് ഫ്ലോർ ലഡു ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഈ ഒരു ലഡു ഇഷ്ടപ്പെടും. അത്രയും വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിയാണ് ഇതിന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീറ്റ് ഫ്ലോർ ലഡു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.